ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. ഇന്ന് വാലന്റൈൻസ് ഡേ. ലോകം മുഴുവൻ പ്രണയം ആഘോഷിക്കുന്ന ദിവസം. ഈ ഒരു സ്നേഹദിനത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിറയുന്ന യഥാർത്ഥ ലവ് മെസ്സേജസ് എന്താണ് നിങ്ങളോട്? ഇതൊരു സാധാരണ റീഡിംഗ് അല്ല. ഇത് ഒരു ഹൃദയം നിങ്ങളോട് പറയാൻ കാത്തിരിക്കുന്ന ചില സത്യങ്ങളാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളും അവരും ഒരുമിച്ച് പങ്കിട്ട, നിങ്ങളെപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു സുന്ദര നിമിഷങ്ങളെല്ലാം തന്നെ മനസ്സിൽ ഓർക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അയാൾ അല്ലെങ്കിൽ അവൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ചിട്ട ആ ഒരു സമയം, സ്നേഹം, ശ്രമങ്ങൾ എല്ലാം തന്നെ വെറുതെ ആയില്ല എന്ന് വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു ദിവസം അവരുടെ ഉള്ളിലുള്ള ഒരു വാക്കെന്നത്, നമ്മുടെ ബന്ധം ഞാനിങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല. ഞാനും നീയും ഒരുപാട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു വെയിറ്റിംഗ് പീരീഡിനെ സൂചിപ്പിക്കുന്നു. ഇത് ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഒരു വ്യക്തിയെ സമീപിച്ച് ഇഷ്ടം പറയാനാകാതെ വിഷമിച്ച് നിൽക്കുന്ന എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രണയമൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലുണ്ട്, പക്ഷെ തുറന്നു പറയാനുള്ള ധൈര്യമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സൂട്ട്സ് ആണ്. എനിക്ക് അങ്ങേയറ്റത്തെ ഒരു വികാരമുണ്ട്, പക്ഷെ ഞാൻ തുറന്നു പറയില്ല. ഈ കിങ് ഓഫ് സൂട്ട്സിൻ്റെ എനർജി കാണുമ്പോൾ ഈ ഒരു വ്യക്തി ഇമോഷണലായി വളരെ കോൾഡായിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള നേരത്തെയുള്ള ആ ഒരു ഈഗോ ക്ലാഷസ് കാരണം അവർക്ക് വന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി കാണും നിങ്ങളുടെ ബന്ധം എന്നത്. എൻ്റെ സ്നേഹവും കൊണ്ടുവന്ന് നിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇനിയും സമീപിച്ചാൽ ഇനി അത് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം. ഇനി തൻ്റെ ലവറിന് വേണ്ടിയിട്ടാണ് കാണുന്നത് എങ്കിൽ, ഞാൻ എൻ്റെ പ്രണയം നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മളുടെ കട്ടായി പോകുമോ, നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക. അതൊക്കെ കൊണ്ട് തന്നെ ലോജിക്കലായി വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഗിവ് ആൻഡ് ടേക്കിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരു ഇംബാലൻസ് നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഒരാൾ കൂടുതൽ കൊടുത്തുകൊണ്ടേയിരുന്നു, മറ്റൊരാൾ സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. വാലന്റൈൻസ് എനർജി പറയുന്നത്, ഇനി മുതലെങ്കിലും നമ്മൾക്കിടയിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. സ്നേഹം ഈക്വലായിട്ട് പങ്കിടണം. അതിനൊരു ബാലൻസ് വേണം എന്നൊക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ഒരു സിൻസിയറായിട്ടുള്ള ഒരു തോട്ട്സ് ഒക്കെയാണ്. ഒരിക്കലും ഒരു മാനിപ്പുലേഷൻ എനർജി അല്ല ഈ കാണിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു സാക്രിഫൈസ്, അതുപോലെ തന്നെ ഒരു പോസ്, ഒരു തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നീ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഞാൻ ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. പക്ഷേ എൻ്റെ പരിമിതമായ ചില സാഹചര്യങ്ങളാൽ ഞാൻ സ്റ്റക്കാണ്. കാര്യങ്ങളൊക്കെ ഒരു സ്ലോ ആയിരിക്കും, പക്ഷേ ഒരു പോയിന്റിൽ വെച്ച് അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കും. 9 ഓഫ് സോട്ട്സ് ഒരു സ്ലീപ്ലെസ് ആയിട്ടുള്ള നൈറ്റിനെ സൂചിപ്പിക്കുന്നു. ഉറക്കമില്ലാതെ ചിന്തിക്കുന്നു. അതായത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആങ്സൈറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാതെ ഒരു ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുമ്പോൾ അവർക്കുള്ളിൽ നിറയെ കുറ്റബോധമാണ്. അതുപോലെ തന്നെ റിഗ്രഷൻ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, എല്ലാം കൂടി മിക്സായി ആകെ ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരവസ്ഥ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എനർജിയും ആകാം. നെക്സ്റ്റ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഡെസ്റ്റിനി ടേണിംഗ് എന്ന് കാണിക്കുന്നു. ഈ ഒരു ബന്ധം ഒരു കാർമിക് റിലേഷൻഷിപ്പാണ് എന്ന് കാണിക്കുന്നുണ്ട്. ടൈം സൈക്കിൾ മാറി വരുന്നു. ഡെസ്റ്റിനി പറയുന്നത് ഇതൊരു റാൻഡം കണക്ഷനേ അല്ല. ഒരു വാലന്റൈൻസ് എനർജി വളരെ പവർഫുള്ളായിട്ട് കാണിക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നു. ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയ എനർജി ആണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈമിൽ പ്രണയം തുറന്നു പറയാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് മുൻപിലേക്ക് അതിനായി ഡിവൈൻ ടൈമിൽ തന്നെ ഒരു അവസരം വന്നു ചേരുകയും നിങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോട്ട്സ് ആണ്. ഒരു ട്രൂത്ത് കൺഫെഷനെ സൂചിപ്പിക്കുന്നു. ഇതൊരു ക്ലാരിറ്റി കാർഡാണ്. ഈ ഒരു വാലന്റൈൻസ് എനർജിയിൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ചാൻസസ് ഒക്കെ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നു. നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു, ഞാൻ സത്യം പറയാൻ ഇനി റെഡിയാണ് എന്നൊക്കെ പറയുന്ന ഒരു എനർജി. അതായത് ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു ഹിഡൻ ട്രൂത്ത്, മറഞ്ഞിരിക്കുന്ന സത്യം പുറത്തു വരും എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ എംപറർ ആണ്. ഒരു സ്റ്റെബിലിറ്റി ഇൻറ്റൻഷനെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ വ്യക്തി ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ഒന്നും ഇനി വേണ്ട, നമുക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകണം എന്ന ഒരു ആഗ്രഹവുമായി നിൽക്കുന്നു എന്ന് കാണിക്കുന്നു.
ഞാൻ വളരെ സീരിയസ് ആണ്. ഞാൻ ശരിക്കും നമ്മളുടെ ഈ ഒരു ബന്ധം റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജി. ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു. പക്ഷേ ഒരു സമീപനം എന്നത് വളരെ സ്ലോ ആയിരിക്കും, വളരെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് സൂട്ട്സ് ആണ്. ഇതൊരു ഹീലിംഗ് പീരീഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ഡ്രാമ, അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം തന്നെ പിന്തള്ളി ഒരു സ്ലോ റീകൺസിലേഷൻ എനർജിയാണ് എന്ന് കാണിക്കുന്നു ഫ്യൂച്ചർ. വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഫെയറി ടെയിൽ ഒന്നുമല്ല, വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രഷനെ സൂചിപ്പിക്കുന്നു. അവരിൽ നിന്നുള്ള ഒരു ഓവറോൾ വാലന്റൈൻ മെസ്സേജസ് നോക്കുമ്പോൾ ഞാൻ നിന്നെ ചിലപ്പോഴെല്ലാം ലോജിക്കലായി തന്നെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയം നിന്നെ വിട്ടുപോയിട്ടില്ല ഇപ്പോഴും. ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി. ഞാൻ ഈക്വലായി സ്നേഹിക്കാൻ ഇപ്പോൾ തയ്യാറാണ്. നീ എനിക്ക് ഒരു ഡെസ്റ്റിനി കണക്ഷൻ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വാലന്റൈൻസ് ദിന സന്ദേശം. ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയൊന്നും ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നില്ല. കുറച്ചൊക്കെ ഈഗോ കാണിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കുറച്ച് ഭയം, കാര്യങ്ങൾ തുറന്നു പറയാൻ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ളൊരു തൻ്റെ ഇടം കാണണമെന്നില്ല. നമ്മൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നോട് പറഞ്ഞാൽ എന്താ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നുണ്ട്, എല്ലാവരുടെ എനർജിയും ഒരുപോലെയല്ല. അവരുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ വളർന്നു വന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പലപ്പോഴും ബന്ധങ്ങളിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ എന്നത് ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കൊണ്ടുവന്ന് അതൊരു ബ്രേക്കപ്പിലേക്ക് പോകുന്നതിനൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന വ്യക്തിയോട് ആ ഒരു പ്രണയം തുറന്നു പറയാനാകാതെ അങ്ങനെ കാലങ്ങളോളം അവർക്കൊപ്പം നടന്ന് അവരോട് തൻ്റെ മനസ്സിലെ ഇഷ്ടം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ആളുകളുണ്ട്. എങ്ങാനും തുറന്നു പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ, എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് പറയാതെ മനസ്സ് നിറയെ ടെൻഷൻ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. സ്നേഹം മനസ്സ് നിറയെ ഉണ്ടായിട്ട് കാര്യമില്ല. അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാവുകയും അവർ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരികയും നമുക്ക് തിരിച്ച് തന്നു തുടങ്ങുകയും ചെയ്യുന്നത്. സ്നേഹം കൊടുക്കാതെ ഒരിക്കലും സ്നേഹം തിരിച്ചു ലഭിക്കില്ല. അതിനേക്കാൾ ഭീകരമാണ് ഈഗോ കാരണം പിടിച്ചു വച്ചിരിക്കുന്ന സ്നേഹം എന്നത്. എത്രയോ മനോഹരമായ ബന്ധങ്ങളെയെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു മെയിൻ വില്ലനാണ് ഈഗോ എന്നത്. ബന്ധങ്ങൾ എന്തുമായിക്കോട്ടെ, അതിന് ലവ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇനിയിപ്പം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണെങ്കിൽ തന്നെ അവിടെ ഒരു ഈഗോ വന്ന് കയറിയോ ആ ഒരു ബന്ധം പൊളിച്ചെടുക്കുന്ന കാര്യം ഈഗോ നോക്കിക്കോളൂ. നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സന്ദേശം ഒരു യാദൃച്ഛികമായിട്ടല്ല. നിങ്ങളുടെ ഹൃദയം ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുവന്നതാണ്. ഒരാൾ നിങ്ങളെ മറന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു. സമയം, ഈഗോ, ഭയം ഇവയ്ക്കുമപ്പുറം ഒരു ബന്ധം ഇപ്പോഴും ജീവിക്കുന്നു എന്ന് കാണിക്കുന്നു. പ്രണയം ചിലപ്പോൾ ശബ്ദമില്ലാതെ കാത്തിരിക്കും, പക്ഷെ അത് മരിക്കില്ല. ഇന്ന് നിങ്ങൾ കേട്ടത് കാർഡുകളുടെ വാക്കുകൾ മാത്രമല്ല, ഒരു ഹൃദയം നിങ്ങളോട് പറയാൻ ധൈര്യം കാണിക്കാത്ത ചില സത്യങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രണയം നിങ്ങളെ തേടി വരട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബ്യൂട്ടിഫുൾ സോൾസ്, നിങ്ങളുടെ സത്യസന്ധമായ പ്രണയത്തിനായി എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു യൂണിവേഴ്സ്.